പ്രീ എംബ്രിയോണിക് പീരിയഡ് അല്ലേ? ഈ പറഞ്ഞ ഫീറ്റൽസിന്റെ ഈ പറഞ്ഞ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 ആഴ്ചയെ വിളിക്കുന്ന പേര് ഇറ്റ്സ് എ പ്രീ എംബ്രിയോണിക് പീരീഡ് എന്ന് വിളിക്കാം. ആ സമയത്ത് ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ട് ലെങ്ത്? 1.5 to 2 മില്ലിമീറ്റർ വരെയാണോ? 1.5 തൊട്ട് ഒരു 2 മില്ലിമീറ്റർ വരെയാണോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഒന്നുകൂടെ ചോദിക്കുന്നത് കേട്ടോ. ഈ ക്ലാസ് തുടങ്ങിയിട്ടില്ല, ഇന്നത്തെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞ് ദ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എപ്പോഴാണ് കേൾക്കുന്നത്? ഈ പറഞ്ഞ ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് കേൾക്കുന്ന എപ്പോഴാ? പറയണം. 21 ആഴ്ചയാണോ 21 ദിവസമാണോ? 21 ആഴ്ചയാണോ 21 ദിവസമാണോ? ക്വസ്റ്റ്യനിൽ ചോദിക്കും. ഡേയ്സ് അല്ലേ? 21ാമത്തെ ദിവസം. 21ാമത്തെ ദിവസം എന്ത് ചെയ്തു? ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് ഈ പറഞ്ഞ ഹാർട്ട് ഈ പറഞ്ഞ എല്ലാ ചേമ്പേഴ്സ് വന്നിട്ടുണ്ടോ അവിടെ? ആ എല്ലാ ചേമ്പേഴ്സും വന്നിട്ടുണ്ടോ? ഹാർട്ടിന്റെ എല്ലാ ചേമ്പേഴ്സും ഉണ്ടോ? ഇപ്പൊ എത്ര ചേമ്പർ ഉണ്ടോ അവിടെ? ഇപ്പൊ എത്ര ചേമ്പർ ഉണ്ട്? 2 ചേമ്പേഴ്സ് ഉണ്ടോ? ഈ പറഞ്ഞ റൈറ്റും ലെഫ്റ്റും മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? സർക്കുലേഷൻ ഓഫ് ബ്ലഡ് എപ്പോഴാ തുടങ്ങുന്നത്? ഫസ്റ്റ് 2 മുതൽ 3 വീക്കാണോ? ഫസ്റ്റ് 2 മുതൽ 3 വീക്കാണോ അവിടെ? ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ദ ന്യൂറൽ ട്യൂബ് ഇല്ലേ? ദ ന്യൂറൽ ട്യൂബ് അത് ഈ പറഞ്ഞ ദ ബ്രെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ ദ ന്യൂറൽ ട്യൂബ് ഈ പറഞ്ഞ ദ ബ്രെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്ത് എപ്പോഴാണ്? അതും ഫസ്റ്റ് 2 to 3 വീക്സ് ആണ്. അതും 2 മുതൽ 3 വീക്ക് വരെയാണ്. 2 മുതൽ 3 വീക്കിന്റെ ഇമ്പോർട്ടൻസ് കുറെ കാര്യം ഉണ്ടായിരുന്നല്ലേ? അതേ ന്യൂറൽ ട്യൂബ് ഈ പറഞ്ഞ ബ്രെയിനും ആൻഡ് സ്പൈനൽ കോഡിന്റെയും ഒരു ഷേപ്പിലോട്ട് എത്തുന്നത് എപ്പോഴാ? സ്പൈനൽ കോഡിന്റെയും ഈ പറഞ്ഞ ബ്രെയിനിന്റെയും ഒരു ഷേപ്പിലോട്ട് വരുന്നത് എപ്പോഴാ? അതും 2 മുതൽ 3 വീക്കല്ലേ? അതും 2 മുതൽ 3 വീക്കല്ലേ? അതും 2 മുതൽ 3 വീക്കാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും ഈ പറഞ്ഞ എംബ്രിയോയുടെ വെയിറ്റ് ഒരു 0.4 വരെ ആവുന്ന 0.4 ഗ്രാം വരെ ആവുന്ന അവിടുത്തെ ടൈം പീരീഡ് എത്രയാ? എത്രാമത്തെ വീക്കിലാടെ? എത്രാമത്തെ വീക്കിൽ? ചറവരാ പറഞ്ഞേ. 0.4 ഗ്രാം. 0.4 ഗ്രാം അല്ലേ? 5 മുതൽ 6 വീക്ക് അല്ലേ? 5 മുതൽ 6 വീക്കിലെത്തുന്നല്ലേ? 5 മുതൽ 6 വീക്കിലാണ് എത്തുന്നത്. ക്ലാസ്സിൽ പഠിച്ചതെന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു എംബ്രിയോയുടെ ലെങ്ത് ഒരു 0.4 തൊട്ട് ഒരു 0.5 സെന്റിമീറ്റർ എത്തുന്നത് എപ്പോഴാ? 0.4 തൊട്ട് 0.5 സെന്റിമീറ്റർ എത്തുന്നത് എപ്പോഴാ? അതും 5 മുതൽ 6 വീക്ക്. 5 മുതൽ 6 വീക്ക്. ഇനി സ്കാനിങ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ USG സ്കാനിങ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹാർട്ടിന്റെ ഡബിൾ ചേംബർ കാണുന്നത് എത്രാമത്തെ വീക്കിലാ? 5 മുതൽ 6. ഇനി 5ാമത്തെ വീക്കിന്റെ അവസാനത്ത് എന്ത് ചേഞ്ച് വരും? അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ വീക്കിന്റെ അവസാനം എന്ത് ചേഞ്ചാ വരുന്നത്? ഈ പറഞ്ഞ ഡബിൾ ചേംബർ അത് എത്ര ചേംബർ അവിടെ? ഈ പറഞ്ഞ ഡബിൾ ചേംബർ അത് എത്രയാവും? 4 ആവോ? 5ാമത്തെ
4 ആവൂല്ലേ? അഞ്ചാമത്തെ വീക്കിന്റെ അവസാനം അഞ്ചാമത്തെ വീക്കിന്റെ അവസാനം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൈലാസി പഠിപ്പിച്ച അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേസ് ഫോർമേഷൻ വരുന്നത് എപ്പോഴാ? പറഞ്ഞ ദ ഫേസ് ഫോം ചെയ്ത് തുടങ്ങും 5 മുതൽ 6 വീക്ക് തന്നെയാണ്. 6 വീക്കാണ്. ആൻഡ് അപ്പർ ലിംബും ആൻഡ് ദ ലോവർ ലിംബും വരുന്നത് എപ്പോഴാ? അപ്പർ ലിംബും ആൻഡ് ദ ലോവർ ലിംബും ഫോം ചെയ്യുന്ന എപ്പോഴാ? യെസ്, 6. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ഐലിഡ്സ് അത് രണ്ട് ഫ്യൂസ് ചെയ്യുന്ന എപ്പോഴാ? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഐലിഡ്സ് അത് ഫ്യൂസ് ചെയ്യുന്ന എപ്പോഴാ? 8ാമത്തെ ആഴ്ചയല്ലേ? 8ാമത്തെ ആഴ്ച. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാധാരണ ഒരു ഹ്യൂമൻ എംബ്രിയോടെ ഈ പറഞ്ഞ ഷേപ്പിലെത്തുന്ന എപ്പോഴാ? ഒരു ഹ്യൂമൻ എംബ്രിയോടെ ഷേപ്പിലെത്തുന്ന എപ്പോഴാ? 8 8. ഇനി എത്രാമത്തെ വീക്കിലാണ് നമുക്ക് ഈ പറഞ്ഞ ദ സെക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? എത്രാമത്തെ വീക്കിലാ ദ സെക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എത്രാമത്തെ വീക്കിൽ? 8ാമത്തെ വീക്കാണോ? 12ാമത്തെ വീക്കാണോ? 8 12? 12. 12ാമത്തെ വീക്കിൽ എന്താണ് ദ സെക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? യെസ്. ഇതെല്ലാം പഠിച്ചോടെ? ഇതുവരെ പഠിപ്പിച്ചെല്ലാം പഠിച്ചോ? ഇതുവരെ പഠിപ്പിച്ചത് എല്ലാവരും പഠിച്ചോ? എല്ലാരും പഠിച്ചോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൊണ്ടായിരുന്നു, ഈ പറഞ്ഞ ദ സെക്സ് വിസിബിൾ ആവുന്ന എപ്പോഴാ? ഈ പറഞ്ഞ ദ സെക്സ് വിസിബിൾ ആവുന്ന എപ്പോഴാ? ദ സെക്സ് വിസിബിൾ ആവുന്ന എപ്പോഴാ? എത്രാമത്തെ വീക്കിലാ? 12. അങ്ങനെയും ചോദിക്കാം. ഈ പറഞ്ഞ ഈ കുട്ടി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്താണ് 12ാമത്തേക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ അതുവരെയല്ലേ പഠിച്ചത്? അതുവരെയല്ലേ പഠിച്ചത്? 12ാമത്തെ വീക്ക് വരെ നമ്മൾ പഠിച്ചത്. സോ അടുത്ത ഹെഡിങ് കിട്ടോ 16ാമത്തെ വീക്ക്. അടുത്ത ഹെഡിങ് കിട്ടോ 16ാമത്തെ വീക്ക്. 16. സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും? സ്ക്രീൻ ലെറ്റേഴ്സ് എല്ലാം വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? 16 പഠിച്ചോടെ? 16 പഠിച്ചോ? 16 പഠിച്ചോ? എങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. 16 പഠിച്ചോടെ? യെസ്, ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. ഈ പറഞ്ഞത് 16 എത്തുമ്പോൾ ഈ പറഞ്ഞ എംബ്രിയോഡ് ഇത് ടോട്ടൽ വെയിറ്റ് എത്രയാ? ചോദ്യം വരും. ഈ പറഞ്ഞത് വെയിറ്റ് അത് എപ്പോഴാണ്? എത്ര വെയിറ്റ്? 100 ഗ്രാം ആവുന്ന എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കേരള പീസിന് മുമ്പേ ആയിട്ട് ഈ പറഞ്ഞത് വെയിറ്റ് അത് ഈ പറയുന്നത് 100 ഗ്രാം ആവുന്ന എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കേരള പീസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 16ാമത്തെ വീക്കിലാണല്ലേ? 16ാമത്തെ വീക്ക് എന്ന് പറയുമ്പോൾ എത്ര മാസമായി? 16ാമത്തെ വീക്ക് എന്ന് പറയുമ്പോൾ എത്ര മാസമായി? 4 മാസം. 4 മാസം എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണോ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണോ? സെക്കൻഡ് ട്രൈമസ്റ്റർ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇറ്റ്സ് ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്സ് വരുന്ന എപ്പോഴാ? ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? 16. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ദ ബോൺ ഓസിഫിക്കേഷൻ നടക്കുന്ന എപ്പോഴാ? ഈ പറഞ്ഞ ദ ബോൺ ഓസിഫിക്കേഷൻ നടക്കുന്നത് എപ്പോഴാ? യെസ്, 16. ആൻഡ് ദ ലാനുഗോ ഇത് ഫൈൻ ഹെയർ വരുന്ന എപ്പോഴാ? ആൻഡ് ദ ലാനുഗോ ദ ഫൈൻ ഹെയർസ് വരുന്ന എപ്പോഴാ? അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന എപ്പോഴാ? അതും 16ാമത്തെ വീക്ക്. ഇതുവരെ നമ്മൾ പഠിച്ചു. 16 കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? 16 പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ? അല്ലേടെ? 16 പഠിച്ച് കംപ്ലീറ്റ് ആയോടെ? കംപ്ലീറ്റ് ആയോടെ? ഇല്ല. ഈ കഴിഞ്ഞ DHS എല്ലാവർക്കും ലിസ്റ്റ് വന്നോ? എല്ലാവർക്കും വന്നോ? ഇനി ഏതെങ്കിലും വരാനുണ്ടോ അവിടെ? ഇനി പറഞ്ഞത് കാസർഗോഡ് വരാനുണ്ടല്ലേ? കാസർഗോഡും കണ്ണൂരും വരാനുണ്ട്. വരാനുണ്ടല്ലേ? ഇല്ലടേ, ഇതാരെയും കൊണ്ടോ? ഇതിനകത്തുണ്ടോ? കാസർഗോഡും കണ്ണൂരും വരാനുണ്ട്. യെസ്.
ഇനി 20ാമത്തെ വീക്ക് എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവിടെ എടാ 16 പറഞ്ഞില്ലേ? എടാ 16 പറഞ്ഞില്ലേ? 16 പറഞ്ഞോ? 16 പറഞ്ഞില്ലേ? പറഞ്ഞു. 16 പറഞ്ഞു കഴിഞ്ഞു. യെസ്, 16 പറഞ്ഞു കഴിഞ്ഞു. ഇനി 20ആണ്. 20ാമത്തെ വീക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പറഞ്ഞു. 20ാമത്തെ വീക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 20 എന്തെങ്കിലും വരുന്നുണ്ടോ? 20ാമത്തെ വീക്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത എന്തോ ഉണ്ടോടെ? ആരെങ്കിലും പറയാം. ഈ പറഞ്ഞ ഫീറ്റസിന് എന്തെങ്കിലും ഒരു ലെയർ കവർ ചെയ്യുന്നുണ്ടോ? എന്ത് കവർ ചെയ്യുന്നുണ്ട്? ഈ ഫീറ്റസിൽ ഈ പറഞ്ഞ എന്ത് കവർ ചെയ്യുന്നുണ്ട്? എന്ത് കവർ ചെയ്യുന്നുണ്ട്? എന്ത് കവർ ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞത് വെർണിക്സ് കാസിയോസയാണോ? അവിടെ ഈ പറഞ്ഞത് വെർണിക്സ് കാസിയോസയാണോ? ആണോ? അത് എത്രാമത്തെ വീക്കാണ്? ഈ പറഞ്ഞ ലാനുകയും ഉണ്ട്, ഈ പറഞ്ഞത് വെർണിക്സ് കാസിയോസയും കൂടെ ചേർന്ന് ഫീറ്റസിൽ കവർ ചെയ്തത് എപ്പോഴാണ്? 20ാമത്തെ വീക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ലാനുക ഉണ്ട്, അത് കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ വെർണിക്സ് കാസിയോസയും കൂടെ കവർ ചെയ്ത് വരുന്നത് എപ്പോഴാ? 20ാമത്തെ വീക്കിലാണ് രണ്ടും കൂടെ ചേർന്ന് കവർ ചെയ്ത് വരുന്നത്. മറന്നു പോകരുത്. ഇനി ഈ സമയത്ത് ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഈ 20 വീക്ക് എത്തുമ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയുണ്ടായിരിക്കും? 20ാമത്തെ വീക്കിൽ ടോട്ടൽ ലെങ്ത് എത്രയുണ്ടായിരിക്കും? ഒരു 16 മുതൽ 18 സെന്റിമീറ്റർ. ഒരു 16 മുതൽ 18 സെന്റിമീറ്റർ ലെങ്തുമുണ്ട്. എത്ര വെയിറ്റ് കാണും? ഒരു 300 ഗ്രാം വെയിറ്റ് കാണും കേട്ടോ. ഈ സമയത്ത് ഒരു 300 ഗ്രാം ഈ പറഞ്ഞത് വെയിറ്റ് കൂടെ കാണും. അത് എത്രാമത്തെ വീക്കാണ്? ചോദിക്കും. എത്രാമത്തെ വീക്കാ? 20ാമത്തെ വീക്കിലല്ലേ? 20ാമത്തെ വീക്കിലാണ് ഈ പറഞ്ഞ വെയിറ്റ് അതൊരു 300 ഗ്രാമായി മാറുന്നത്. 20ാമത്തെ ഈ വീക്കില്ലേ, അത് കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് വീക്കാണ്. കാരണം പറഞ്ഞുതരാം. ഈ വീക്കിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത് പഠിക്കാനുള്ളത് ഇതേ വീക്കിൽ തന്നെ ഫീറ്റസിന് പറഞ്ഞ ഫസ്റ്റ് നെയിൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന എപ്പോഴാ വരുന്നത്? ഫസ്റ്റ് ഈ പറഞ്ഞ നെയിൽസ് വരുന്ന എപ്പോഴായിരിക്കും? അതും 20ാമത്തെ വീക്കിലാണ്. ഫീറ്റസിന് ഈ പറഞ്ഞ നെയിൽസ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് 20ാമത്തെ വീക്കിലാണ്. ആൻഡ് ദ മസിൽസ് ഡെവലപ്പ് ചെയ്യോ? ഡെവലപ്പ് ചെയ്യോ? പറയടെ. ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദ മസിൽസും ഡെവലപ്പ് ചെയ്യും. ഒരു പ്രത്യേകത, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രത്യേകത ഉണ്ട്. കേരള പീസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ 20ാമത്തെ വീക്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക ഓർമ്മയുണ്ടോ? ആർക്ക് പറയാം? ആർക്കെങ്കിലും പറയാൻ പറ്റും? 20ാമത്തെ വീക്കിൽ വേറൊരു ഇമ്പോർട്ടന്റ് പ്രത്യേക സൗണ്ട്. എന്ത് സൗണ്ട്? ആരോ പറഞ്ഞു, സൗണ്ട് പറഞ്ഞു. കറക്റ്റ് ആണ്. അത് എന്ത് സൗണ്ട് ആണ്? ഈ പറഞ്ഞ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാതെ ഈ പറഞ്ഞ ഫീറ്റോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റോ? ഫീറ്റോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 20ാമത്തെ വീക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പറഞ്ഞ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും? വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഒന്ന് ഉപയോഗിക്കുക. എന്ത് ചെയ്യും? നമുക്ക് ഈ പറഞ്ഞ ഫീറ്റോസ്കോപ്പ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ സാധാരണ റെഗുലർ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കേൾക്കാൻ പറ്റും. അവിടെ ഒന്നുകിൽ ഈ പറഞ്ഞ ഫീറ്റോസ്കോപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെതസ്കോപ്പ്, അത് രണ്ടും വച്ച് നമുക്ക് ഈ പറഞ്ഞ 20th വീക്കിൽ തന്നെ ഈ പറഞ്ഞത് ഹാർട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എപ്പോഴാണ് കേൾക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എപ്പോ കേൾക്കാൻ പറ്റും? ചോദിക്കുകയാണ്. ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എപ്പോ കേൾക്കാൻ പറ്റും? 21st ഡേ. ആ
ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ ഹാർട്ട് അത് ഡബിൾ ചേംബർ ആവുന്ന എപ്പോഴാ? ഇതേ ഹാർട്ട് അത് ഡബിൾ ചേംബർ ആവുന്ന എപ്പോഴാ? 6ാമത്തെ വീക്ക്. 6ാമത്തെ. ഈ 12ാമത്തെ വീക്കിൽ എന്ത് പ്രത്യേകം ഉണ്ടോ? ഈ 12ാമത്തെ വീക്കിൽ എന്തെങ്കിലും പ്രത്യേകമുണ്ട്? ഈ ഹാർട്ട് സൗണ്ട് നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും? ഈ പറഞ്ഞ ഞാൻ പേരെന്തോടെ ഈ പറഞ്ഞ എന്താ ട്രാൻസ്ലേസറോ അത് വെച്ച് കേൾക്കാൻ പറ്റത്തില്ലേ? അത് വെച്ച് കേൾക്കാൻ പറ്റത്തില്ലേ? കേൾക്കാൻ പറ്റും. ഇനി ദ ഫീറ്റോസ്കോപ്പ് അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് എപ്പോ കേൾക്കാൻ പറ്റും? ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലാത്തുള്ള ദ ഫീറ്റോസ്കോപ്പോ സ്റ്റെതസ്കോപ്പോ വെച്ച് എപ്പോൾ കേൾക്കാൻ പറ്റും? 20ാമത്തെ വീക്കിൽ കേൾക്കാൻ പറ്റും. യെസ്. ഇതുവരെ ക്ലിയർ ആയോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഈ പറഞ്ഞ 20th വീക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ഇപ്പോൾ യെസ്, എല്ലാവർക്കും യെസ്. അടുത്ത 24ാമത്തെ വീക്ക്, 24ാമത്തെ ഹെഡിങ് ഇട്ട് 24 എത്തുമ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? 24 എത്തുമ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? ഇവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്? എത്ര ലെങ്ത് കാണും അവിടെ? ഒരു 21 to 23 സെന്റിമീറ്റർ ആണോ? ഒരു 21 to 23 സെന്റിമീറ്റർ അല്ലേ? ഒരു 21 to 23 സെന്റിമീറ്ററും ടോട്ടൽ വെയിറ്റ് എത്ര കാണും? എത്ര വെയിറ്റ് ഉണ്ടോ? 600 ഗ്രാം വെയിറ്റും കാണും. 600 ഗ്രാം വെയിറ്റും ഉണ്ട്. എന്താ ടോട്ടൽ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു 21 to 23 സെന്റിമീറ്റർ വരെയാണ് ഇവിടെ കാണുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? ആർക്ക് പറയാം? പറയട്ടെ. ഈ സമയത്ത് ഈ പറഞ്ഞ ഫീറ്റസിന് നമ്മൾ പറയുന്നതെല്ലാം അവിടെ കേൾക്കാൻ പറ്റുമോ? എല്ലാം കേൾക്കാൻ പറ്റുമോ? എല്ലാം കേൾക്കാൻ പറ്റുന്നതാണോ? എല്ലാം കേൾക്കാൻ പറ്റുന്നതാണോ? ഈ പറഞ്ഞത് കേൾവിക്കുള്ള എബിലിറ്റി അത് ഡെവലപ്പ് ചെയ്യുന്നതാണോ? എല്ലാം കേൾക്കാൻ പറ്റുമെന്നാണോ? അതോ ഈ പറഞ്ഞ കേൾവിക്കുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്തതാണോ? അത് കേൾവിക്കുള്ള ഈ പറഞ്ഞ എബിലിറ്റി ഡെവലപ്പ് ചെയ്തതാണോ? എല്ലാം കേൾക്കാൻ പറ്റുന്നതാണോ? ഇങ്ങനെ ചോദിക്കാം. ഇത് എബിലിറ്റി അല്ലേ? ഇത് പറഞ്ഞ കേൾവി ശക്തി അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങല്ലേ? പറഞ്ഞത് കേൾവി ശക്തി അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴാ? 24ാമത്തെ വീക്കിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി വേറെ എന്തെങ്കിലും വരും ഇവിടെ? ഈ കുട്ടിയുടെ തലയിൽ എന്ത് വരും? എന്തുണ്ടായിരിക്കും? ഹെയർ ഡെവലപ്പോ? ഈ പറഞ്ഞ ഹെയർ എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊടുക്കല്ലേ? എല്ലാം ഡെവലപ്പ് ചെയ്യല്ലേ? ഈ പറഞ്ഞ അത് ലാനുകയാണോ അവിടെ? ഈ പറഞ്ഞത് ലാനുക എന്ന് പറയുമ്പോൾ സാധാരണ ഹെയർ അല്ല അല്ലേ? ഈ പറഞ്ഞത് ലാനുക എന്ന് പറയുമ്പോൾ സാധാരണ ഹെയർ അല്ല. അത് കൊഴിഞ്ഞുപോള ഹെയർ അല്ലേ? ആണോ? അല്ലയോ? ഈ പറഞ്ഞത് ലാനുഗോ എന്ന് പറയുന്നത് അത് കൊഴിഞ്ഞു പോകാനുള്ള ഹെയർ അല്ലേ? അതിനുശേഷം സാധാരണ ഈ പറഞ്ഞ റെഗുലർ ഹെയർ ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാ? സാധാരണയായിട്ടുള്ള ഈ പറഞ്ഞ റെഗുലർ ഹെയർ അത് ഡെവലപ്പ് ആവുന്ന എപ്പോഴാ? 24ാമത്തെ വീക്കിലാണ്. 24ാമത്തെ വീക്കിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ആദ്യമായിട്ട് ഈ പറഞ്ഞ ദ ഹാൻഡിലുള്ള ഇത് ഗ്രാസ്പ് റിഫ്ലക്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാ? ആദ്യമായിട്ട് ഈ പറഞ്ഞ ദ ഹാൻഡിലുള്ള ഈ പറഞ്ഞ ഗ്രാസ്പ് ചെയ്യാനുള്ള ഫങ്ഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? ആദ്യമായിട്ട് ഈ പറഞ്ഞ ഹാൻഡ്സിലുള്ള ഈ പറഞ്ഞ ഗ്രാസ്പിന്റെ ഫങ്ഷൻസ്
ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? ഇതും 24ാമത്തെ വീക്കിലാണ്. മറന്നു പോകരുത്. മറക്കോടെ, മറക്കോ. യെസ്, ഇതുവരെ ക്ലിയർ ആടെ? ഇതുവരെ ക്ലിയർ? അപ്പൊ എങ്കിൽ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും ടോട്ടൽ വെയിറ്റ് എത്രയാ? 24th വീക്കിലെ ഈ പറഞ്ഞത് ടോട്ടൽ വെയിറ്റ് എത്രയാ? 24th വീക്കിലെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 600 ഗ്രാം. 600 ഗ്രാം. ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് എത്രയാണ്? 21 to 22 അല്ലെ? 21 to 23 ആണ്. 22 ആണോ? 23. 24 ഓട്ടിക്കും. 23 ഞാൻ മാറ്റി മറിച്ച് ചോദിക്കാം. 23. ഇനി ഈ ഫസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞത് കേൾവി ശക്തി ഉണ്ടായി വരുന്ന എപ്പോഴാ? കേൾവി ശക്തി ഉണ്ടായി തുടങ്ങുന്ന എപ്പോഴാ? 24ാമത്തെ വീക്കിൽ. ഈ തലയിൽ മുടിയൊക്കെ വരുന്ന എപ്പോഴാടെ? ഈ തലയിൽ മുടിയൊക്കെ ഡെവലപ്പായി വരുന്ന എപ്പോഴാ? 24ാമത്തെ വീക്കിൽ. ആദ്യമായിട്ട് ഈ പറഞ്ഞ ഹാൻഡ് ഗ്രാസ്പ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? ഈ പറഞ്ഞ ഹാൻഡ് ഗ്രാസ്പ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? അതും 24ാമത്തെ വീക്കിൽ. ഒരേ കാര്യം 2 പ്രാവശ്യം പറഞ്ഞു തന്നു. ഇപ്പൊ തന്നെ പഠിച്ചോ എല്ലാരും? ഇപ്പോൾ തന്നെ പഠിച്ചോ? എല്ലാരും 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 24 കഴിഞ്ഞു. അടുത്ത വീക്ക് ഏതായിരിക്കും ഇവിടെ? 28ാമത്തെ വീക്ക്. 28ാമത്തെ വീക്ക്. അടുത്ത ഹെഡിങ് കേട്ടോ, 28ാമത്തെ വീക്കിന്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വച്ചാണ് ഈ പറഞ്ഞ കുട്ടിയുടെ ഈ പറഞ്ഞ ടോട്ടൽ ലെങ്ത് എത്ര കാണും? ഈ പറഞ്ഞ ടോട്ടൽ ലെങ്ത് എത്ര കാണും? ഒരു 26 തൊട്ട് 28 സെന്റിമീറ്റർ അല്ലെ? ഒരു 26 മുതൽ ഒരു 28 സെന്റിമീറ്റർ വരെയാണ് ഇവിടത്തെ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ വച്ചാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള PSC എക്സാം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ആർക്ക് പറയാം? കേരള PSC എക്സാംസിന് ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ആർക്ക് പറയാം? ഈ പറഞ്ഞ കുട്ടിയുടെ ടോട്ടൽ വെയിറ്റ് എത്രയാവും? ടോട്ടൽ വെയിറ്റ് 1 കിലോ ആവുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം പല എക്സാംസിൽ പല തവണയായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് അത് 1 kg ആവുന്നത് എപ്പോഴാ? അപ്രോക്സിമേറ്റ്ലി 1 kg അല്ലെങ്കിൽ 1000 ഗ്രാം ആവുന്ന എപ്പോഴാ? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 28ാമത്തെ വീക്കല്ലേ? 28ാമത്തെ വീക്കല്ലേ ആണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ് ഇതേ കുട്ടിയുടെ വെയിറ്റ് ജസ്റ്റ് 100 ഗ്രാം ആവുന്ന എപ്പോഴാ? അങ്ങനെയാണ് ഈ പറഞ്ഞ ഇതേ കുട്ടിയുടെ വെയിറ്റ് ഒരു 100 ഗ്രാം ആവുന്നത് എത്രാമത്തെ വീക്കിലാ? 100 ഗ്രാം ആവുന്ന എത്രാം വീക്കിലാ? 100 ഗ്രാം പഠിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. വേറെ 100 ഗ്രാം ആവുന്ന എപ്പോഴാ? 16ാമത്തെ വീക്കിൽ. 16ാമത്തെ വീക്കിൽ വെറും 100 ഗ്രാമും. 16ാമത്തെ വീക്കിൽ വെറും 100 ഗ്രാമും. 28ാമത്തെ വീക്കിൽ അത് 1000 ഗ്രാമും ആയി മാറി. ഇങ്ങനെ തന്നെ പഠിക്കുക. 16ാമത്തെ വീക്കിൽ വെറും 100 ഗ്രാമും 28ാമത്തെ വീക്കിൽ 1000 ഗ്രാമുമായി മാറി എന്ന് ഓർമ്മിക്കോ? എളുപ്പം പഠിക്കെളുപ്പമാണ്. അത് 16ാമത്തെ വീക്കിൽ 100 ഗ്രാമും 28ാമത്തെ വീക്കിൽ 1000 ഗ്രാമും ആയി മാറി എന്ന് തന്നെ ഓർമ്മിക്കോ? അതുപോലെ തന്നെ 28ാമത്തെ വീക്കിലോട്ട് പറയുമ്പോൾ ഫസ്റ്റ് ഐലിഡ്സിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? ആദ്യം അത് കണ്ണടച്ചും തുറന്നും തുടങ്ങുന്ന എപ്പോഴാ? കണ്ണുകൾ അടച്ചും തുറന്നും വരുന്നത് എപ്പോഴാ? 28ാമത്തെ വീക്കിലാണ്. 28ാമത്തെ വീക്കിലാണ് ഈ പറഞ്ഞ ഐലിഡ്സ്. അതെന്താണ്? കണ്ണ് അടച്ചും തുറന്നും തുടങ്ങുന്നത് എപ്പോഴാ? 28ാമത്തെ വീക്കിലാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിരുന്നു കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിരുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റിസ്റ്റ് അത് ഇറ്റ് ഈസ് ഡിസെൻഡ് ആയി വരുന്നത്. കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റിസില്ലേ അത് ഫസ്റ്റ് ഡിസെൻഡ് ആയി വരുന്നത് എപ്പോഴാ? 28ാമത്തെ വീക്കിലാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു 28. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും
ഈ പറഞ്ഞ ടെസ്റ്റ് അത് അതിന്റെ ഈ പറഞ്ഞ ഫസ്റ്റ് ഡിസെൻഡ് ആയി വരുന്ന എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 28ാമത്തെ വീക്കിൽ. വേറെ നീ ഉണ്ടോ? ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. സർഫാക്റ്റന്റ്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. സർഫാക്റ്റന്റ് കേട്ടാണെങ്കിലും സർഫാക്റ്റന്റ് ഈ പറഞ്ഞ ദ ലങ്സ് എന്ത് ചെയ്യോടെ? ഈ പറഞ്ഞ ദ ലങ്സ് ആദ്യമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പറഞ്ഞ ദ ലങ്സിലെ കുട്ടിയുടെ ഈ പറഞ്ഞ ദ ലങ്സ് ആദ്യമായിട്ട് ഈ പറഞ്ഞ ദ സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്താ സർഫാക്റ്റന്റ്? എന്താ സർഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർഫെക്സലൊന്നും അല്ല, അങ്ങോട്ട് ചിന്തിക്കരുത്. ആരും സർഫെക്സൽ ചിന്തിക്കരുത്. സർഫാക്റ്റന്റ് ആണ്, സർഫാക്റ്റന്റ് ആണ്, സർഫെക്സലൊന്നും അല്ല. എന്താ സർഫാക്റ്റന്റ്? എന്താണ് 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 എന്താ? എന്തിനു സഹായിക്കും? എന്തിനു സഹായിക്കും? എന്തിനു സഹായിക്കും? എന്തിനു സഹായിക്കും? പറഞ്ഞ ആരോ പറഞ്ഞു ദ ലങ് മെച്ചുറേഷൻ അല്ലേ? ആരോ പറഞ്ഞ ഇത് ലങ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? എല്ലാരും പറയടേ, എല്ലാരും ചോദിക്കേ. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഒരു വെള്ളം നിറച്ച ബലൂൺ ഇല്ലേ? ഒരു വെള്ളം നിറച്ച ബലൂൺ എടുക്കുക. അതിന്റെ കാറ്റ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കോ? ഒരു വെള്ളം നിറച്ച ബലൂൺ എടുക്കുക, അതിന്റെ കാറ്റ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ആ പറഞ്ഞ ബലൂൺ ഒട്ടിപ്പിടിക്കോ ഇല്ലയോ? ഒട്ടിപ്പിടിക്കുകയല്ലയോ? ഒട്ടിപ്പിടിക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലങ്സും അല്ലേ? എന്താണ് ഈ പറഞ്ഞ ഒരു ബലൂൺ പോലെ തന്നെ ആദ്യം വലുതാകും, പിന്നെ ചെറുതാകും, ഒട്ടിപ്പിടി സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ഈ പറഞ്ഞ സർഫാക്റ്റിന്റെ ആശയം എന്താ? ഈ സർഫാക്റ്റിന്റെ ഫംഗ്ഷൻ അവിടെ എന്തായിരിക്കും? അപ്പോ സർഫാക്റ്റിന്റെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അത് ഒട്ടിപ്പിടിക്കുന്നത്, അത് ഒഴിവാക്കുന്നതിനാണോ, അത് പ്രിവെന്റ് ചെയ്യുന്ന ആളാണോ സർഫാക്റ്റ് എന്ന് പറയുന്നത്? ഈ പറഞ്ഞത് ലങ്സ് കാറ്റകത്തോട്ട് എടുക്കും, പുറത്തോട്ട് വിടും. ആ സമയത്ത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? സർഫാക്റ്റന്റ് ആണ്. ആ ഒരു വാക്ക് എന്താണ്? ഒരു ടേം ഉണ്ടല്ലോ ഈ പറഞ്ഞ ഒട്ടിപ്പിടിക്കുന്ന വാക്ക് എന്താണ്? ഇറ്റ്സ് അഡ്ഹേഷൻ അല്ലേ? അല്ലേ? അഡ്ഹേഷൻ അല്ലേ? ആണല്ലോ, ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ്സ് അഡ്ഹേഷൻ. അതൊരു പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാ? അപ്പോ ഇവനാണ് മറന്നു പോയതേ. ആ സർഫാക്റ്റന്റ് മാറി മറന്നുപോലെ ചോദിക്കും. ആ സർഫാക്റ്റ് പേരെന്താ? അതിന് പേരിലുണ്ടോ? പേരിലുണ്ടോടെ? പറയണം. ഇത് ലെസിത്തിനാണോ? ലെസിത്തിൻ മറന്നു പോകരുത്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള PC. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ സർഫാക്റ്റന്റ് ആയ ദ ലെസിത്തിൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ദ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ ദ ലങ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് എത്രാമത്തെ വീക്കിലാ? ഈ പറഞ്ഞ ദ ലങ്സ് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഈ പറഞ്ഞ ദ ലെസിത്തിൻ എന്ന സർഫാക്റ്റന്റ് ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാ? 28ാമത്തെ വീക്കിലാണ്. 28ാമത്തെ വീക്കിലാണ്. ഇതുവരെ ക്ലിയർ ആയോ? യെസ്. 28 കഴിഞ്ഞ് വരുന്ന വീക്ക് ഏതാ? 28 അടുത്ത വീക്കാണ് 32 അല്ലേ? 32. ഈ 32 ആവുമ്പോൾ ഈ പറഞ്ഞ ടോട്ടൽ ലെങ്ത് എത്രയുണ്ടായി? ടോട്ടൽ ലെങ്ത് ഒരു 31 സെന്റിമീറ്റർ അല്ലേ? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 31 സെന്റിമീറ്റർ, 31 സെന്റിമീറ്റർ ആണ് 32ാമത്തെ വീക്കിൽ. അത് പഠിക്കുക എളുപ്പമുണ്ട്. അങ്ങനെയാടേ, അത് പഠിക്കുക എളുപ്പം എങ്ങനെയാണ്? 32ാമത്തെ വീക്കിൽ പഠിക്കുക എളുപ്പമല്ലേ? എങ്ങനെ പഠിക്കണം? 31 അല്ലേ? 31 അങ്ങനെയൊക്കെ ആലോചിക്കുക. ഇവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ ടോട്ടൽ വെയിറ്റ് എത്ര ഉണ്ടായിരിക്കും? ഇവിടെ എത്തുമ്പോൾ 1 സെന്റിമീറ്റർ കുറച്ചാൽ മതി അല്ലേ? 1 സെന്റിമീറ്ററും കുറച്ചാൽ മതി. ഈ പറഞ്ഞ 32 വീക്കിൽ 31 സെന്റിമീറ്റർ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഇവിടെ എത്തുമ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? ഒരു 1800 തൊട്ട്
ഒരു ഗ്രാം ആവുന്ന എപ്പോഴാ? 32ാമത്തെ വീക്കിലാണ്. ഒരു 1800 പറഞ്ഞ ഗ്രാം മുതൽ ഈ പറഞ്ഞ 2100 ഗ്രാം വരെ ഈ പറഞ്ഞ ടോട്ടൽ വെയിറ്റ് എത്ര കിലോ ആയിരിക്കും? അപ്പൊ എത്ര കിലോ ആയിരിക്കും? ഗ്രാമിനെ കിലോ ആക്കടെ. ഇറ്റ് ഇസ് 1.8 kg തൊട്ട് 2.1 kg വരെ ആവുന്ന ഈ പറഞ്ഞത് വീക്ക് ചോദിക്കുകയാണെങ്കിൽ അത് 32ാമത്തെ വീക്കിലാണ്. വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പിന്നെന്താ? പറഞ്ഞത് കംപ്ലീറ്റ് ദ ബോൺസ് എല്ലാം ഫ്യൂസ് ചെയ്യും ഇവിടെ വെച്ച്. കംപ്ലീറ്റ് ദ ബോൺസ് എല്ലാം ഫ്യൂസ് ചെയ്യും. ഇവിടെ എല്ലാ ബോണുകളെല്ലാം ഇവിടെ അത് ഫുള്ളി ഡെവലപ്പ് ആവുമല്ലേ? എല്ലാ ബോണും അത് ഫുള്ളി ഡെവലപ്പ് ആവുന്ന എപ്പോഴാ? ഈ ഒരു വീക്കിലാണ്. ഒരിക്കലും മറക്കരുത്, 32 വീക്കിലാണ് എല്ലാ ബോൺസുകളും അത് ഫുള്ളി ഡെവലപ്പ് ചെയ്യുന്ന വീക്ക് ചോദിക്കുകയാണെങ്കിൽ 32ാമത്തെ വീക്കിലാണ്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. ആർക്കും പറയാം? ആർക്കും അറിയാം? ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. ആർക്ക് പറയാം? എനിവൺ പറയടെ. എല്ലാവരും ഈ പറഞ്ഞ രസത്തിന് സ്പിൻജോമൽ റേഷ്യോ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോടെ? അതെത്രയാ? ഇവിടെ എത്തുമ്പോഴാണ് 1:2:1 ആയി മാറുന്നത്. 1:2:1 ആയി മാറുന്നത് ഇവിടെ വച്ച് പഠിക്കും. അപ്പോൾ ഇമ്പോർട്ടന്റ് കാര്യം എന്തൊക്കെയാ ഇവിടെ? ഇത് പറഞ്ഞ 32 വീക്ക് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ടോട്ടൽ ലെങ്ത് എത്രയാ? കമന്റ്. ഈ പറഞ്ഞ ടോട്ടൽ ലെങ്ത് എത്രയാ? 31 സെന്റിമീറ്റർ അല്ലേ? 31 സെന്റിമീറ്റർ. ഇവിടുത്തെ ടോട്ടൽ വെയിറ്റ് എത്രയാ? വെയിറ്റ് 1.8 തൊട്ട് പറഞ്ഞ 2.1 kg. പിന്നെന്തുണ്ട് പ്രത്യേകത? പറഞ്ഞത് കംപ്ലീറ്റ് ബോൺസ് എല്ലാം അത് ഡെവലപ്പ് ചെയ്യും അല്ലേ? കംപ്ലീറ്റ് എല്ലാ ബോൺസും അവിടെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് LS റേഷ്യോ എത്രയാ? ആൻഡ് LS റേഷ്യോ ഇറ്റ് ഈസ് 2 ആണോ? അത് 1 ആണോ? പറഞ്ഞേ. ഇറ്റ് ഈസ് 1:2:1. 1:2:1. ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും എവിടെയും കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഉണ്ടോടെ? ഈ ക്വസ്റ്റ്യൻ കേരള PSC എക്സാമിന് ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ഈ പറഞ്ഞ 1:2:1 തന്നെ പല പ്രാവശ്യം കേരള PSC എക്സാം ചോദിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത് 32 വരെ. അടുത്ത വീക്ക് പറയടേ. 36 അല്ലേ? 36ാമത്തെ വീക്ക് എത്തുമ്പോഴാണ് ഇതിന് ലെങ്ത് എത്രയുണ്ടായിരിക്കും? ആർക്ക് പറയാം? ഇതിന് ലെങ്ത് എത്രയുണ്ടായിരിക്കും? അല്ല, ഒന്ന് കുറച്ച് പറയടേ. പറഞ്ഞ ഇവിടെ 35 സെന്റിമീറ്റർ ആവുന്നത് 36ാമത്തെ വീക്കിലാണ്. 36ാമത്തെ വീക്കിലാണ് ഇതിന്റെ പറഞ്ഞ ടോട്ടൽ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ 35 സെന്റിമീറ്റർ ആവും. ഇവിടെ വച്ചാണ് ഈ പറഞ്ഞ ടോട്ടൽ വെയിറ്റ് എത്രയാവും? ഏകദേശം ഒരു 2200 തൊട്ട് 2900 ഗ്രാം വരെ ആവുന്നത് ഇവിടെ വച്ചാണ്. 2200 തൊട്ട് 2900 വരെ ഗ്രാം ആവുന്നത് ഇവിടെ വച്ചാണ്. 36ാമത്തെ വീക്കിലാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഇറ്റ് ഈസ് ദ ലാനുഗോ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? ഈ പറഞ്ഞ ദ ലാനുഗോ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? അത് ഡിസപ്പിയർ ആവുന്ന എപ്പോഴാ? 36ാമത്തെ വീക്കിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോ പറഞ്ഞു തന്നു? സ്റ്റാർട്ടിങ് എപ്പോഴാ ഈ പറഞ്ഞ ദ ലാനുഗോ? പറയണം. എപ്പോൾ ലാനുഗോ സ്റ്റാർട്ട് ചെയ്യുന്നത്? 16. അത് എപ്പോ ഡിസപ്പിയർ ആവും? 36. പഠിക്കാൻ എളുപ്പമുണ്ട്. കാരണം എന്താ? അവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഓർമ്മിച്ച് വെക്കുക. സ്റ്റാർട്ടിങ് എപ്പോഴാ ചോദിക്കും. ഈ പറഞ്ഞ ലാനുഗോ സ്റ്റാർട്ട് ചെയ്യുന്നത് 16ഉം അത് അവസാനിക്കുന്നത് 36. ഇനി 36ന്റെ പ്രത്യേകിച്ച് ചോദിക്കുകയാണെങ്കിൽ എവിടെ വെച്ചാണ് ഈ പറഞ്ഞ കുട്ടിയുടെ സ്കിൻ കളർ എങ്ങനെയായിരിക്കും? നല്ല പിങ്ക് ആയിരിക്കും അല്ലേ? പിങ്ക് കളർ ആയിരിക്കും അല്ലേ?
സ്കിൻ എങ്ങനെയായിരിക്കും? അത് പിങ്ക് ആയിരിക്കും. ആൻഡ് ഈ പറഞ്ഞ കുട്ടിയുടെ ബോഡി എങ്ങനെയായിരിക്കും? റൗണ്ട് ഫോമിലോട്ടാവല്ലേ? അത് റൗണ്ട് ഫോമിലോട്ടാവല്ലേ? ആ റൗണ്ട് ഫോമിലോട്ടും നമ്മൾ തൊട്ട് മുൻപേ ഈ പറഞ്ഞ ലസിത്തിൻ റേഷ്യോ ഓർമ്മയുണ്ടോ? 1:2:1 ഓർമ്മയുണ്ടോ? ആ പറഞ്ഞ 1:2:1 ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അത് ഇവിടെ എത്തുമ്പോ എത്രയാവും? അത് ഇവിടെ എത്തുമ്പോൾ എത്രയാവും? 2:1 ആയി മാറുകയും ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അത് ഇവിടെ വെച്ച് എത്രയായി മാറും? 2:1 ആയിട്ട് മാറുന്നത് 36ാമത്തെ വീക്കിലാണ്. ഇത് 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 നോർമൽ ആണോ? 2:1 എന്ന് പറയുന്നത് നോർമൽ ആണോ? LS റേഷ്യോ അത് 2:1 എന്ന് പറയുന്നത് ഇറ്റ് നോർമൽ ആണോ? അല്ലേ? ഇറ്റ് നോർമൽ അല്ലേ? ഏറ്റവും ഈ പറഞ്ഞ ഇറ്റ് ഈസ് നോർമൽ ലെസ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 തന്നെയാണ്. ഇസ് എ ക്ലിയർ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? യെസ്. ഇനി വേറെ നീ ഉണ്ടോ ഇവിടെ? ഇനി വേറെ നീ ഉണ്ടോ? പ്രത്യേകമുണ്ടോ? ഈ വീക്കിൽ വേറെ നീ പ്രത്യേകമുണ്ടോ? കുറെ നേരം കൊണ്ട് ഈ പറഞ്ഞ ലൈറ്റ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ നീ ഉണ്ടോടെ? ഒരു കൂടെ പ്രത്യേകമുണ്ട്. എന്താണ്? ഇന്ന് ടെസ്റ്റിസിൽ നീ പ്രത്യേകമുണ്ടോ? ഇന്ന് ടെസ്റ്റിസിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒന്നും പ്രത്യേകമുണ്ടോ? ആൺകുട്ടികളിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഉണ്ടോ? പറയണം. ഒരൊറ്റ ടെസ്റ്റിക്കിൾ എന്ത് ചെയ്യൂടെ? എന്ത് ചെയ്യും? ആ സ്ക്രോട്ടത്തിലോട്ട് വരും. പറയണം. ഒരൊറ്റ ടെസ്റ്റിക്കിൾ മാത്രം അത് സ്ക്രോട്ടത്തിലോട്ട് വരുമോ ഇല്ലയോ? ഒരൊറ്റ ടെസ്റ്റിക്കിൾ മാത്രം, സിംഗിൾ ഒന്ന് മാത്രം എന്ത് ചെയ്യുന്നു? സ്ക്രോട്ടത്തിലോട്ട് വരും. അത് എത്രാമത്തെ വീക്കില? ആദ്യം എത്രാമത്തെ വീക്കിൽ? 36 അത് 36ാമത്തെ വീക്കിലും. അടുത്ത് രണ്ടാമത്തത് എപ്പോ വരും? അപ്പൊ ആലോചിക്കും, സാർ രണ്ടാമത്തെ എപ്പോ വരും? അത് 40ാമത്തെ വീക്കിലുമാണ്. അത് രണ്ടാമത്തെ വീക്ക് എപ്പോഴും വരും? 40ാമത്തെ വീക്കിലാണ്. ഈ പറഞ്ഞത് രണ്ടാമത്തവൻ വരുന്നത് 40ാമത്തെ വീക്കിലാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 36th വീക്കിൽ പറഞ്ഞത് ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? ഈ പറഞ്ഞത് ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? ലെങ്ത് ഈ ചെറുതാ പറഞ്ഞു. എത്രയുണ്ട് ലെങ്ത്? 36ാമത്തെ വീക്കിൽ ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? 35 സെന്റിമീറ്റർ. 36ാമത്തെ വീക്കിൽ ഈ പറഞ്ഞ ടോട്ടൽ വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് എത്രയാണ്? വെയിറ്റ് ഇതൊരു ക്ലിയർ ആയി പറഞ്ഞത്? ഇതുവരെ പറഞ്ഞ ക്ലിയർ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണ്. വെയിറ്റ്. അടുത്ത 40ാമത്തെ വീക്ക്. 40ാമത്തെ വീക്ക് പ്രത്യേകം ഉണ്ട്. 40 ഞാൻ ഇപ്പൊ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ആ രണ്ട് ടെസ്റ്റിക്കിളും താഴോട്ട് വരുമല്ലേ? ഡിസെൻഡ് ചെയ്യല്ലേ? ആ രണ്ടും കൂടെ എന്ത് ചെയ്യണേ? രണ്ടും ഡിസൈഡ് ചെയ്യുന്നപ്പോഴാണ് 40ാമത്തെ വീക്കിൽ. മാത്രമല്ല ഇവിടെ എത്തുമ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര കാണും? ഇവിടെ എത്തുമ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? ഒരു 40 to 45 സെന്റിമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഒരു 40 മുതൽ 45 വരെയാണ് പറഞ്ഞത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സമയമാകുമ്പോൾ ഈ പറഞ്ഞത് കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ആണോ അല്ലയോ? ഈ സമയമാകുമ്പോൾ മിക്കവാറും ഈ പറഞ്ഞ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ. ഉണ്ടായിരിക്കില്ലേ? പറ. ഉണ്ടായിരിക്കുമല്ലേ? ഏകദേശം ജനിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഇനി ഇവിടുത്തെ വെയിറ്റ് എത്രയായിരിക്കും? എത്രയുണ്ടായിരിക്കും? ഇറ്റ് 2.9 തൊട്ട് ഒരു 3.5 kg ഒരു കാണുമല്ലേ? ഇത് ഇവിടെ വച്ചാണ് ഇത്ര വെയിറ്റ് കാണുന്നത്. ഒരു 2.9 തൊട്ടൊരു 3.5 kg വരെ കാണുന്നത് ഇവിടെ വച്ചാണ്. മാത്രമല്ല വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ പറഞ്ഞ ഫിംഗർ കഴിയട്ടെ. ഫിംഗർ ആയിട്ട് എന്തുണ്ടായിരിക്കും?
ഈ സമയം എത്തുമ്പോൾ ഇത് 40th വീക്കിൽ എത്തുമ്പോൾ ഒരു പ്രത്യേകമുണ്ട്. ഈ ഫിംഗർ കഴിഞ്ഞ് എന്തുണ്ടായിരിക്കും? കുട്ടിയുടെ ദ നെയിൽസ് ഉണ്ടായിരിക്കോ? ഫിംഗർ കഴിഞ്ഞ് ഈ പറഞ്ഞ ദ നെയിൽസ് അത് പ്രൊജക്ട് ചെയ്തിരിക്കോ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫിംഗർ കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ ദ നെയിൽസ് അത് പ്രൊജക്ട് ചെയ്ത് തുടങ്ങും അല്ലേ? അല്ലെ, ഫിംഗർ കഴിഞ്ഞ് ഈ പറഞ്ഞ ദ നെയിൽസ് അത് പ്രൊജക്ട് ചെയ്ത് തുടങ്ങുന്ന വീക്ക് എത്രയാ ചോദിക്കും. ഫിംഗർ കഴിഞ്ഞ് ഈ പറഞ്ഞ ദ നെയിൽസ് അത് പ്രൊജക്ട് ചെയ്ത് എപ്പോഴാണ്? 40ാമത്തെ വീക്കാണ്. 40ാമത്തെ വീക്കിലാണ് ടോട്ടൽ ലെങ്ത് 40 മുതൽ 45 സെന്റിമീറ്റർ. ടോട്ടൽ വെയിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒരു 2.9 തൊട്ട് 3.5 kg. എവിടെ വെച്ച് ഈ പറഞ്ഞ ദ 2 ടെസ്റ്റിക്കിൾസ് അത് ഡിസെൻഡ് ചെയ്തിരിക്കും. ഫിംഗർ കഴിഞ്ഞ് ഈ പറഞ്ഞ ദ നെയിൽസ് അത് പ്രൊജക്ട് ചെയ്തിരിക്കും. ക്ലിയർ ആയോ? ഒരു ചോദ്യം ഇത്രയും വീക്സിൽ നിന്ന് ദ കംപ്ലീറ്റ് വീക്സ് അല്ലേ, ദ കംപ്ലീറ്റ് ദ ഫീറ്റൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും, ഉറപ്പാണ്. ഇതുവരെ പറഞ്ഞ എല്ലാവരും ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും സ്പീഡിൽ ഫസ്റ്റ് തൊട്ട് ഇതിനെ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും? ഒരു 15 മിനിറ്റ് കൊണ്ട് ആദ്യം തൊട്ട് അവസാനം ഒന്നും പറഞ്ഞിരുന്നു? സാധാരണ പറഞ്ഞേണ്ട ആവശ്യമില്ല, വേറെ ആരും പറയില്ല. വേറെ ഒരിടത്ത് പഠിക്കാൻ പോയാലും പറഞ്ഞു തരുള്ളൂ. വേണമെങ്കിൽ പറഞ്ഞെന്താണ് ഈ പറഞ്ഞത് റെക്കോർഡ് കേട്ട് പഠിക്കാൻ പറയല്ലേ? വേണമെങ്കിൽ പറഞ്ഞത് റെക്കോർഡ് കേട്ട് പഠിച്ചോളാൻ പറയും. ഞാൻ പറഞ്ഞുതരും ഒന്നുകൂടെ പറഞ്ഞുതരും. ഈ പറഞ്ഞ ഫസ്റ്റ് 2 ആഴ്ച വിളിക്കുന്ന പേരെന്താ? ചറവ പറഞ്ഞ് ആദ്യത്തെ 2 ആഴ്ച വിളിക്കുന്ന പേര് ഇസ് പ്രീ എംബ്രിയോണിക് പീരിയഡ് അല്ലെ? ഫസ്റ്റ് 2 വീക്കിനെ വിളിക്കുന്ന പേര് സമ്മറി ആയിട്ട് പറഞ്ഞു തരികയാണ്. സ്പീഡ് ഉണ്ടായിരിക്കും. ഇസ് ദ പ്രീ എംബ്രിയോണിക് പീരിയഡ് അല്ലേ? ഫസ്റ്റ് 2 ആഴ്ച അത് പ്രീ എംബ്രിയോണിക് പീരിയഡ് വിളിക്കാം. അവിടെ എത്തുമ്പോൾ ടോട്ടൽ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ 1.5 തൊട്ട് 2 മില്ലിമീറ്റർ. 1.5 തൊട്ട് 2 മില്ലിമീറ്റർ എന്ന കാര്യം ഓർമ്മ വേണം. ഇനി ദ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ്, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എപ്പോഴാണ് കേൾക്കുന്നത്? ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എപ്പോഴാണ് വരുന്നത്? 21ാമത്തെ ദിവസം അല്ലേ? 21ാമത്തെ ദിവസം. ഇത് കേരള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ദിവസം. ഇനി ഈ പറഞ്ഞ ദ ന്യൂറൽ ട്യൂബിൽ നിന്ന് ഈ പറഞ്ഞ ദ ബ്രെയിനും സ്പൈനൽ കോഡും ഷേപ്പിലോട്ട് വരുന്ന എപ്പോഴാ? ഈ പറഞ്ഞ ദ ന്യൂറൽ ട്യൂബിൽ നിന്നും ഈ പറഞ്ഞ ദ ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നത് എപ്പോഴും അടുത്തിറങ്ങും? അറ്റ് 2 to 3 വീക്സ്. 2 to 3 വീക്സ്, 2 മുതൽ 3 വീക്കിൽ മാത്രമല്ല. ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ തുടങ്ങുന്നത് എപ്പോഴാ? ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2 മുതൽ 3 വീക്ക്. 2 മുതൽ 3 വീക്ക് മറക്കരുത്. ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിക്കരുത്. പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. ഇനി 5 മുതൽ 6 വീക്കിൽ എന്താ പ്രത്യേകത? 5 മുതൽ 6 വീക്ക് ആണെങ്കിൽ ഒരു 0.4 തൊട്ട് 0.5 സെന്റിമീറ്റർ അല്ലേ? 0.4 തൊട്ട് 0.5 സെന്റിമീറ്റർ. അപ്പോഴേക്ക് ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ വെയിറ്റ് എത്രയാ? അപ്പോഴേക്ക് ഈ പറഞ്ഞത് എംബ്രിയോയുടെ ടോട്ടൽ വെയിറ്റ് 0.4 ഗ്രാം. 0.4 ഗ്രാം. 6ാമത്തെ വീക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഡോക്ടറിനെ കാണാൻ പോവും. സ്കാൻ എടുക്കും. അവിടെ എന്ത് ചേംബർ കാണും? ഈ പറഞ്ഞ ഡബിൾ ചേംബർ ഹാർട്ട് ഈസ് വിസിബിൾ ആയിരിക്കും അല്ലേ? പറഞ്ഞത് അല്ലേ? 2 ചേംബർ കാണാൻ പറ്റില്ലേ? 2 ചേംബർ കാണാൻ പറ്റും. ഇനി അതെപ്പോഴും ഇത് 4 ചേംബർ ആവുന്ന എപ്പോഴാ? 4 ചേംബർ ആവുന്ന എപ്പോഴാ? 6ാമത്തെ വീക്ക്. ഇനി പറഞ്ഞത് ഹാർട്ട് വിസിബിൾ ആവുന്ന എപ്പോഴാ? 6ാമത്തെ വീക്ക് അല്ലേ? 6ാമത്തെ ഹാർട്ട് വിസിബിളും ആയി തുടങ്ങും. ആൻഡ് ദ ഫേസ് ഫോർമേഷൻ എപ്പോഴാ? ഈ പറഞ്ഞ ദ ഫേസ് ഫോർമേഷൻ 5 മുതൽ 6 മറക്കരുത്. 5 to 6 മറക്കരുത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അതിന് ഈ പറഞ്ഞ ദ ഹ്യൂമൻ എംബ്രിയോടെ ഈ പറഞ്ഞ ഷേപ്പിൽ എത്തുന്ന എപ്പോഴാ? ഈ പറഞ്ഞ ദ ഹ്യൂമൻ എംബ്രിയോയുടെ ഷേപ്പ് എപ്പോഴും 8ാമത്തെ വീക്ക് എത്തുമ്പോഴാണ്. ഒരു 3 സെന്റിമീറ്റർ വരെ കാണത്തുള്ളൂ. 8ാമത്തെ വീക്കിൽ ഇത് വെയിറ്റ് ചോദിക്കുകയാണെങ്കിൽ 2 ഗ്രാം മാത്രമേ കാണത്തുള്ളൂ. മറക്കരുത്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ.
അവിടെ എല്ലാ സിസ്റ്റംസും ഫോം ചെയ്യുന്നപ്പോഴാ ഇറ്റ് ഇസ് യൂറിനറി ആയാലും ഈ പറഞ്ഞ GAT ആയാലും റിയൽ ആയാലും എൻഡോ ആയാലും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നപ്പോഴാ 8ാമത്തെ വീക്ക്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം പഠിച്ചത് ഐലിഡ്സ് അത് ഫ്യൂസ് ചെയ്യുന്നപ്പോഴാ ചോദിച്ച ക്വസ്റ്റ്യൻ 8ാമത്തെ വീക്കിൽ ഐലിഡ്സും ഫ്യൂസ് ചെയ്യും. ഐലിഡ്സ് അടുത്തത് ഫേസ് ഫോർമേഷൻ വരുന്ന എപ്പോഴാ? ഫേസ് ഫോം ചെയ്യുന്ന എപ്പോഴാ? 12ാമത്തെ വീക്കിൽ ഈ പറഞ്ഞത് ഫേസ് ഫോം ചെയ്യും. ആൻഡ് ദ കിഡ്നി ആദ്യമായിട്ട് ഈ പറഞ്ഞത് ഇറ്റ് ഇസ് ദ യൂറിൻ അത് ഫോം ചെയ്തപ്പോഴാ? ദ കിഡ്നി അത് യൂറിൻ ഫോം ചെയ്തപ്പോഴാ? 12ാമത്തെ വീക്കിൽ. ആൻഡ് ദ സെക്സ് വിസിബിൾ ആവുന്ന എപ്പോഴാ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 12 ആൻഡ് പറഞ്ഞ ഹാർട്ട് ബീറ്റ് അത് ഈ പറഞ്ഞ നമ്മുടെ സാധനം ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന എപ്പോഴേ? ഹാർട്ട് ബീറ്റ് 12ാമത്തെ വീക്ക്. ട്രാൻസ്ഡ്യൂസർ കൊണ്ട് വിസിബിൾ കേൾക്കാൻ പറ്റുന്ന എപ്പോഴാ? 12 10 മുതൽ 12 എന്നൊക്കെ പറയാറുണ്ട്. 12 ഓർമ്മിച്ചാൽ മതി കേട്ടോ. 12 ഓർമ്മിച്ചാൽ മതി. മിക്കവാറും എല്ലായിടത്തും 10 മുതൽ 12 വരെ നോക്കുന്നുണ്ട്. എങ്കിലും 12 പഠിച്ചാ കേട്ടോ. 12 പഠിച്ചാൽ മതി. ഇനി പറഞ്ഞ കുട്ടിയുടെ വെയിറ്റ് 20 ഗ്രാം ആവുന്നപ്പോഴാ? ഈ പറഞ്ഞത് വെയിറ്റ് 20 ഗ്രാം എപ്പോഴാ? 20 ഗ്രാം എപ്പോഴാ? 12ാമത്തെ വീക്ക്. 12ാമത്തെ ആഴ്ച. യെസ്. ഇനി ഈ കുട്ടി അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴാ? കുട്ടി ഇറ്റ് ഈസ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കണ്ടുപിടിക്കുക എപ്പോഴാ? 12ാമത്തെ വീക്ക്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺസ് അത് പ്രൊഡ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? തൈറോയ്ഡ് ഹോർമോൺസ് 12ാമത്തെ വീക്ക്. അത് കഴിഞ്ഞു. അടുത്ത് കുട്ടിയുടെ വെയിറ്റ് 100 ഗ്രാം ആവുന്ന എപ്പോഴാ? വെയിറ്റ് 100 ഗ്രാം ആവുന്ന എപ്പോഴാ? വെയിറ്റ് 100 ഗ്രാം. ചോദിച്ച ചോദ്യം 16ാമത്തെ വീക്ക്. ദ ഫസ്റ്റ് ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? 16ാമത്തെ വീക്കാണ്. ഫസ്റ്റ് ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്സ് വരുന്നത് 16ാമത്തെ വീക്കാണ്. ആൻഡ് ദ ബോൺ ഓസിഫിക്കേഷൻ നടക്കുന്ന എപ്പോഴാ? കട്ടിപിടിച്ചു തുടങ്ങും. ഈ പറഞ്ഞ ബോൺ എല്ലാം കൂടെ കട്ടിപിടിച്ച് ഓസിഫൈ ചെയ്ത് തുടങ്ങുന്ന എപ്പോഴാ? 16. അതുപോലെ തന്നെ ലാനുഗോ വരുന്ന എപ്പോഴാ? ഈ പറഞ്ഞത് ലാനുഗോ ഈ പറഞ്ഞത് ഹെയർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന എപ്പോഴാ? 16ാമത്തെ വീക്ക്. അതേസമയം ഇതേ ലാനുഗോ അത് കവർ ചെയ്യുന്ന എപ്പോഴാ? ഈ ബോഡി ഫുൾ ലാനുഗോ കവർ ചെയ്യുന്ന എപ്പോഴാ? വെർണിസ് കാസിയോസ എന്ന് പറഞ്ഞു. 20ാമത്തെ വീക്ക് അല്ലേ? 20ാമത്തെ വീക്കിലാണ്. മറക്കരുത്. ഇതേ വെയിറ്റ് കുട്ടിയുടെ വെയിറ്റ് 300 ഗ്രാം ആവുന്ന എപ്പോഴാ? 20ാമത്തെ വീക്ക്. അതേ 20 വീക്കിൽ ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? 16 മുതൽ 18 സെന്റിമീറ്റർ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ ഫീറ്റസിന്റെ ഈ പറഞ്ഞ നെയിൽസ് ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാ? നെയിൽസ് 20ാമത്തെ വീക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു ഇലക്ട്രോണിക് ഡിവൈസും ഇല്ലാതെ തന്നെ ഈ പറഞ്ഞത് ഫീൽ ഹാർട്ട് റേറ്റ് നമുക്ക് ഈ പറഞ്ഞത് ഫീറ്റോസ്കോപ്പ് ഉപയോഗിച്ചോ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചോ കണ്ടുപിടിക്കാൻ പറ്റുന്ന എപ്പോഴാ? അതും 20ാമത്തെ വീക്കാണ്. ഇനി ഈ പറഞ്ഞ 24ാമത്തെ വീക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് ടോട്ടൽ ലെങ്ത് എത്രയാ? 21 മുതൽ 23. 24ാമത്തെ വീക്കിൽ ഈ വെയിറ്റ് 600 ഗ്രാം ആവുന്ന എപ്പോഴാ? 600 ഗ്രാം വെയിറ്റ്. 24 അല്ലേ? 24ാമത്തെ. ഇനി ഫസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞത് ഗ്രാസ്പ് ഈ പറഞ്ഞ റിഫ്ലക്സ് വരുന്ന എപ്പോഴാ? ഫസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഗ്രാസ്പ് ചെയ്യാനുള്ള റിഫ്ലക്സ് വരുന്ന എപ്പോഴാ? ഗ്രാസ്പ് റിഫ്ലക്സ് പിടിച്ചു വെക്കുന്ന 24.
24 അടുത്ത അപ്രോക്സിമേറ്റ്ലി ഈ പറഞ്ഞത് വെയിറ്റ് ഒരു സിംഗിൾ kg ആവുന്ന എപ്പോഴാ? ഈ പറഞ്ഞത് വെയിറ്റ് ഒരു സിംഗിൾ kg ആവുന്നത് 28ാമത്തെ വീക്കാണോ? 28ാമത്തെ വീക്കല്ലേ? 28ാമത്തെ വീക്കിൽ വെയിറ്റ് ഒരു സിംഗിൾ kg ആവും. അതേ വെയിറ്റ് ഒരു വെറും 100 ഗ്രാം എപ്പോഴാ? അതേ വെയിറ്റ് ഒരു വെറും 100 ഗ്രാം എപ്പോഴാ? 16 16ൽ 100 ഗ്രാമും 28ൽ 1 kg. 16ൽ 100 ഗ്രാമും 28ൽ 1 kg. ആൻഡ് ദ ഫസ്റ്റ് ഐലിഡ്സിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാ? ഫസ്റ്റ് ഐലിഡ്സിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 28ാമത്തെ വീക്ക്. ഒരിക്കലും മറക്കരുത്, ചോദിക്കും. ഫസ്റ്റ് ഐലിഡ്സ് മൂവ്മെന്റ് വരുന്നത് 28ാമത്തെ വീക്കിൽ. ആൻഡ് ടെസ്റ്റിസ് അത് ഫസ്റ്റ് ഡിസെൻഡ് ചെയ്ത് വരുന്നത് എപ്പോഴാ? ഈ പറഞ്ഞ ടെസ്റ്റിസ് അത് ഡിസെൻഡ് ചെയ്യുന്ന എപ്പോഴാ? 28ാമത്തെ വീക്കിൽ. ആൻഡ് ദ ലങ്സ് ഈ പറഞ്ഞത് സർഫാക്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാ? ആൻഡ് ദ ലങ്സ് ആ സർഫാക്ടന്റ് പ്രൊഡ്യൂസ് 28ാമത്തെ വീക്കിൽ. 28ാമത്തെ വീക്കിൽ. ആൻഡ് ദ വെയിറ്റ് ഒരു 2100 ആവുന്ന എപ്പോഴാടെ? ഈ പറഞ്ഞത് വെയിറ്റ് 2100 ഗ്രാം ആവുന്ന എപ്പോഴാ? 2100 അല്ലെങ്കിൽ 1800 ഗ്രാം ആവുന്ന എപ്പോഴാ? 30 അതോ എപ്പോഴാണ്? 32 ആണോ? 32 ആണോ? 32 ആണോ? 32. അപ്പൊ അതേ വെയിറ്റ് ഒരു 2200 തൊട്ട് 2900 ആവുന്ന എപ്പോഴാ? അതേ വെയിറ്റ് 2200 മുതൽ 2900 ആവുന്ന എപ്പോഴാ? 36. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ദ ലാനുഗോ അത് ഡിസപ്പിയർ ആവുന്ന എപ്പോഴാ? നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ദ ലാനുഗോ അത് ഡിസപ്പിയർ ആവുന്ന എപ്പോഴാ? 36. ഈ സ്കിൻ അത് പിങ്ക് കളർ ആവുന്ന എപ്പോഴാ? സ്കിൻ പിങ്ക് കളർ ഈ പറഞ്ഞ ദ ബോഡി റൗണ്ട് ഷേപ്പിലും ആവുന്ന എപ്പോഴാ? സ്കിൻ പിങ്ക് കളർ ഈ പറഞ്ഞ ദ ബോഡി റൗണ്ട് ഷേപ്പിലാവുന്ന എപ്പോഴാ? 36. ആൻഡ് LS റേഷ്യോ ഒരു 2:1 ആവുന്ന എപ്പോഴാ? 36. ഇനി അടുത്ത 40 എന്തുണ്ടേ? ഈ പറഞ്ഞ 40ൽ ടോട്ടൽ ലെങ്ത് ഒരു 40 to 45 സെന്റിമീറ്റർ അല്ലേ? ലെങ്ത് ഒരു 40 to 45 സെന്റിമീറ്ററും ആൻഡ് ദ വെയിറ്റ് ഒരു 2.9 to 3.5 kg വരെയാവും. ആൻഡ് ദ ടെസ്റ്റിക്കിൾസ് രണ്ടും തന്നെ താഴോട്ട് വന്ന് രണ്ടും ഡിസെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ദ നെയിൽസ് പ്രൊജക്ട് ചെയ്യുന്ന എപ്പോഴാ? ആൻഡ് ദ നെയിൽസ് ഈ പറഞ്ഞ ഫിംഗേഴ്സിൽ അത് പ്രൊജക്ട് ചെയ്ത എപ്പോഴാ? 40ാമത്തെ വീക്കിൽ. ഒരു ക്വസ്റ്റ്യൻ അത് കൺഫേം ആയിട്ട് കിട്ടും. വിട്ടുകളയരുത്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. എല്ലാം ക്ലിയർ ആയല്ലോ? ചാപ്റ്റർ 1 നല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത്രയും ഒരു 10 പ്രാവശ്യം പറഞ്ഞാണ് ഒരേ ഒരു 10-15 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും. ഒരു 10-15 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ച കാര്യമാണ്. യെസ്, നിങ്ങൾ സാധാരണ വേറെ എവിടെ പോയാലും ഇത് ഒരിക്കൽ പറയും. പിന്നെന്ത് പറയുന്നത് അറിയാമോ? ഒരിക്കൽ പറയുന്നത് റെക്കോർഡ് കേട്ട് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാർ വേറെ എവിടെ പോയാലും. ആണോ അല്ലയോ? ഇത്രയും പറഞ്ഞു തരില്ല, ആരും പറഞ്ഞു തരില്ല. ശ്വാസം പിടിച്ചു നിർത്തിയാ പറഞ്ഞു തരുന്നു കേട്ടോ. ശ്വാസം പിടിച്ചു നിർത്തിയ പഠിച്ചെടുത്തോളം മാർക്ക് വിട്ടുകളയരുത്. അടുത്ത ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൺ അനദർ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ചാപ്റ്റർ ഓവർ. താങ്ക് യു.